റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 1-ാം ക്ലാസ്സിലെ തഫ്ഹീം കിതാബത്ത് മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 1-ാമത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത് ചിത്രം നോക്കി പേരെഴുതാം. ചിത്രം നോക്കി പേരെഴുതാനാണ്. ഇവിടെ ഒരു 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1-ാമത്തത് ഒരു വീടിൻ്റെ ചിത്രം, 2-ാമത്തത് ഇഷ്ടിക, 3-ാമത്തത് ഒരു മത്സ്യം, 4-ാമത്തത് പുരുഷൻ. ഇങ്ങനെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് അല്ല. നമ്മൾ അക്ഷരങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് പൂർത്തിയാക്കണം. 1-ാമത്തത് വീടാണല്ലോ. വീടിന് എന്താ പറയുക? ഇവിടെ ഈ തുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീടിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈത്തുൻ എന്നല്ല പറയാം. അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ട അക്ഷരം ബ ആണ്. ബ എന്ന് ചേർത്ത് കൊടുക്കുക. ഫത്തഹ് ഇട്ടിട്ട് ബ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബൈത്തുൻ എന്നായി. ഇനി 2-ാമത്തത് ഇഷ്ടികയാണ്. ഇഷ്ടികക്ക് എന്താ പറയുക? ഇവിടെ ഡാഷ് ബിനുൻ എന്നുണ്ട്. അപ്പോൾ നമ്മളൊരു അക്ഷരം ചേർത്ത് കൊടുത്താൽ മതി. എന്താണ് ഇഷ്ടികക്ക് പറയുക? ലബിനുൻ എന്നല്ല പറയാം. അപ്പോൾ ല എന്നുള്ള അക്ഷരമാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ല. അപ്പോൾ ലബിനുൻ എന്നായി. ഇനി 3-ാമത്തത് മത്സ്യത്തിൻ്റെ ചിത്രമാണ്. അവിടെ മക്കുൻ എന്നുണ്ട്. ഡാഷ് മക്കുൻ. അവിടെ ഒരു അക്ഷരം ചേർക്കണം. അപ്പോഴാണ് കംപ്ലീറ്റ് ആവുക. എന്താണ് മീനിന് പറയുക? സമക്കുൻ എന്നാണ് പറയുക അല്ലേ? സമക്കുൻ. അപ്പോൾ നമ്മൾ സ എന്നുള്ളത് ചേർത്ത് കൊടുക്കുക. സ. അപ്പോൾ സമക്കുൻ എന്നായി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി 4-ാമത്തത് ഒരു പുരുഷൻ്റെ ചിത്രമാണ്. അതിൻ്റെ താഴെ ഡാഷ് ജുലുൻ എന്നുണ്ട്. ജുലുൻ. അപ്പോൾ അവിടെ നമ്മൾ ഏതക്ഷരമാണ് ചേർത്തെടുക്കേണ്ടത്? എന്താണ് പുരുഷന് പറയുക? റജുലുൻ എന്നല്ല പറയാം. റജുലുൻ. അപ്പോൾ റ എന്നുള്ള അക്ഷരം ചേർത്ത് കൊടുക്കുക. റ. അപ്പോൾ എന്തായി? റജുലുൻ എന്നായി. ഒന്നും കൂടി പറയാം. 1-ാമത്തെ വീടിൻ്റെ ചിത്രത്തിൻ്റെ അവിടെ ബ എന്ന് ചേർക്കുക. അപ്പോൾ ബൈത്തുൻ എന്നായി. പിന്നെ ഇഷ്ടികൻ്റെ ചിത്രത്തിൻ്റെ അവിടെ ല എന്ന് ചേർക്കുക. അപ്പോൾ ലബിനുൻ എന്നായി. പിന്നെ 3-ാമത്തത് മീൻ്റെ ചിത്രത്തിൻ്റെ അവിടെ സ എന്ന് ചേർക്കുക. അപ്പോൾ സമക്കുൻ എന്നായി. പിന്നെ 4-ാമത്തെ പുരുഷൻ്റെ ചിത്രത്തിൻ്റെ അവിടെ റ എന്ന് ചേർക്കുക. അപ്പോൾ റജുലുൻ എന്നായി. ഇനി 2-ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. 2-ാമത്തത് പദങ്ങൾ നോക്കി എഴുതാം. പദങ്ങൾ നോക്കി എഴുതാനാണ്. ഇവിടെ ഒരു 5 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി നോക്കി താഴോട്ട് എഴുതാനാണ്. ഇങ്ങനെ പല പദങ്ങളും നോക്കി എഴുതാനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ കൃത്യമായിട്ട് എഴുതുക. എഴുതുമ്പോൾ ഫത്തഹ്, കസ്ർ, ദമ്മ്, ഹർക്കത്തുകളൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ കൃത്യമായി, അതേപോലെ പുള്ളികളൊക്കെ കൃത്യമായി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക, മറക്കരുത്. ഇവിടെ 1-ാമത്തത് അമലുൻ എന്നാണ്. അമലുൻ. അപ്പോൾ നമുക്ക് അതേപോലെ എഴുതാം. അമലുൻ. അമലുൻ. ഇനി 2-ാമത്തെ എന്താ? കുബിത്ത എന്നാണ്. കുബിത്ത. അപ്പോൾ അതും അതേപോലെ നോക്കി എഴുതാം. കുബിത്ത. കുബിത്ത. ഇനി 3-ാമത്തത് ദൗറുൻ എന്നാണ്. ദൗറുൻ. അപ്പോൾ നമുക്ക് എഴുതാം ദൗറുൻ. ദൗറുൻ. ഇനി 4-ാമത്തത് എന്താ? സൽബുൻ എന്നാണ്. സൽബുൻ. അപ്പോൾ അത് എഴുതാം സൽബുൻ. സൽബുൻ. ഇനി 5-ാമത്തത് ദംദമ എന്നാണ്. ദംദമ. അപ്പോൾ അത് നമുക്ക് നേരെ നോക്കി എഴുതാം. ദംദമ. ഇങ്ങനെ 5 വാക്കുകൾ. 1-ാമത്തത് അമലുൻ, 2-ാമത്തത് കുബിത്ത, 3-ാമത്തത് ദൗറുൻ, 4-ാമത്തത് സൽബുൻ, 5-ാമത്തത് ദംദമ. ഇങ്ങനെ ഓരോന്നും കൃത്യമായി നോക്കി എഴുതാം. പുസ്തകങ്ങളിൽ ഇഷ്ടംപോലെ വാക്കുകൾ ഓരോ പാഠങ്ങളിലും ഉണ്ട്. ഏതാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മളിവിടെ മോഡലിന് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷ പേപ്പറിൽ നോക്കി എഴുതാനൊക്കെ ആകുമ്പോൾ കൃത്യമായി നോക്കി എഴുതാം. ഇനി 3-ാമത്തെ ആക്ടിവിറ്റി എന്താ? വിട്ട അക്ഷരങ്ങൾ ബോർഡിൽ നിന്ന് എടുത്തെഴുതാം. വിട്ട അക്ഷരങ്ങൾ ബോർഡിൽ നിന്ന് എടുത്തെഴുതാം. ഇവിടെ ഒരു 4 വാക്ക് കാണാം. ഒന്നാമത്തെ ഇതാ
2 3 4 ഇങ്ങനെ 4 വാക്കുകളുണ്ട്. അതിനൊക്കെ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആദ്യത്തേൽ അവസാനത്തെ അക്ഷരം, രണ്ടാമത്തേൽ ആദ്യത്തെ അക്ഷരം വിട്ടുപോയിട്ടുണ്ട്, മൂന്നാമത്തേൽ അവസാനത്തെ അക്ഷരം, നാലാമത്തേൽ ആദ്യത്തെ അക്ഷരമൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ ഇപ്പുറത്തൊരു ബോർഡ് ഈ ബോർഡിലുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓരോന്നും വായിച്ച് നോക്കിയിട്ട് അക്ഷരങ്ങൾ എടുത്തിട്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം. ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തത് എന്താ? അബുത്ത ഡാഷ് എന്നാണ്. അബുത്ത ഡാഷ് എന്താണ് നമ്മൾ പഠിച്ചത്? ഇവിടെ ബോർഡുമൊക്കെ നോക്കിയാൽ അക്ഷരങ്ങൾ കാണാൻ അവിടേക്ക് ചേർക്കാറില്ല. നമ്മൾ ഓരോന്നും ഇങ്ങനെ ചേർത്ത് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് കിട്ടും. ഒന്നാമത്തെ ചേർക്കേണ്ടത് ഇതാണ്. ഒന്നാമത്തെ ചേർക്കേണ്ടത് റൂ. അപ്പോൾ കറക്റ്റാവും. എന്താണ്? അബ്തറു എന്നാവും. അതല്ല നമ്മൾ പഠിച്ചത് അബ്തറു. ഇനി രണ്ടാമത്തത് ഡാഷ് സ്മുൻ എന്നുണ്ട്. ഡാഷ് സ്മുൻ നമ്മളെന്താ പഠിച്ചത്? ഇവിടെ ബോർഡുമൊക്കെ നോക്കിയാൽ അതിൻ്റെ അവിടെ ചേർക്കാനുള്ള അക്ഷരം കിട്ടും. ഇസ്മുൻ എന്നല്ല നമ്മൾ പഠിച്ചത്. ഈന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈന്ന് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇസ്മുൻ എന്നായി. സിമ്പിളായിട്ട് എഴുതാം. ഇനി മൂന്നാമത്തത് എന്താ? ലബി ഡാഷ്. ലബി ഡാഷ് എന്താണ് നമ്മൾ പഠിച്ചത്? ഇഷ്ടേക്ക് ഉള്ള വാക്കാണത്. ലബിനുൻ എന്നല്ല പഠിച്ചത്. ഇവിടെ ഉണ്ട് ലബിനുൻ. ഇവിടെ നൂന് ചേർത്ത് കൊടുത്താൽ മതി. ലബിനുൻ. ഇനി നാലാമത്തത് ഡാഷ് ജെല്ലുൻ എന്നാണ്. ഡാഷ് ജെല്ലുൻ. അവിടെ ഏതാ ചേർത്ത് കൊടുക്കേണ്ടത്? ഇത് ചേർത്ത് കൊടുത്താൽ കറക്റ്റായി. ഇരി എന്ന് ചേർത്ത് കൊടുക്കുക. ഇരി. അപ്പോൾ റിജലുൻ എന്നായി. റിജലുൻ. അപ്പോൾ ഒന്നാമത്തേൽ റൂ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അബ്തറു എന്നായി. അബ്തറു. രണ്ടാമത്തേൽ എന്ന് ചേർക്കുക. അപ്പോൾ ഇസ്മുൻ എന്നായി. ഇസ്മുൻ. പിന്നെ മൂന്നാമത്തേൽ നുൻ എന്ന് ചേർക്കുക. അപ്പോൾ ലബിനുൻ എന്നായി. നാലാമത്തത് രി എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ റിജലുൻ എന്നായി. ഇവിടെ മോഡലാണ് കൊടുത്തിട്ടുള്ളത്. പുസ്തകങ്ങളിൽ പുസ്തകത്തിലൊക്കെ ഇഷ്ടംപോലെ അക്ഷരങ്ങൾ വാക്കുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഏത് രൂപത്തിൽ വന്നാലും എഴുതാൻ നമ്മൾ ആ വാക്കുകളൊക്കെ കുറേ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കണം. എങ്കിലല്ലേ വിട്ടുപോയ അക്ഷരങ്ങൾ ഏതാണെന്നൊക്കെ നമുക്ക് ഓർമ്മയിൽ വരുള്ളൂ. അപ്പോൾ വാക്കുകളൊക്കെ പുസ്തകങ്ങളിലുള്ള എല്ലാ വാക്കുകളും, ഹെഡിങ് മാത്രമല്ല കൂടെയുള്ള എല്ലാ വാക്കുകളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇവിടെ നാലാമതായിട്ട് ഒരു ആക്ടിവിറ്റി എന്താ? അക്ഷരങ്ങൾക്ക് നിറം നൽകാം. നിറം നൽകാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് അക്ഷരങ്ങൾ ഏതാ നോക്കിയിട്ട് നിറം നൽകുക. നിറം നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോർഡറിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ നല്ല വൃത്തിയിൽ കൊടുക്കുക. ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണില്ല. ഇതങ്ങനെ പെൻസിൽ കളറാവും ഒന്നും കൂടി എളുപ്പം. എന്നാലേ നമ്മൾക്ക് ഈ എഡ്ജുകൾ, ഈ സൈഡ് ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നിറം കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. ക്രയോൺ ആവുമ്പോൾ ചിലപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ അപ്പുറത്തേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കി പുറത്തേക്കൊന്നും പോകാതെ ഇടയിൽ ഗ്യാപ്പൊന്നുമില്ലാതെ ഫില്ലാക്കി നല്ല ഉഷാറിൽ കളർ കൊടുക്കുക. കളർ കൊടുക്കുമ്പോൾ ചിലപ്പം പുള്ളികളുണ്ടാവും. പുള്ളികൾ കളർ കൊടുക്കാൻ മറക്കാതിരിക്കുക. പുള്ളികളിലൊക്കെ കൃത്യമായി കളർ കൊടുക്കുക. അതേപോലെ ഇവിടെ സീൻ എന്ന അക്ഷരമുണ്ട്. 2 അക്ഷരങ്ങളാണ്. ഒന്നാമത്തത് ബ ആണ് കളർ കൊടുക്കാൻ തന്നത്. രണ്ടാമത്തത് സീനാണ്. അപ്പോൾ കളർ കൊടുക്കാം. ചിലപ്പോൾ ഒരു വാക്ക് മുഴുവനായിട്ട് തന്നിട്ട് അതും കളർ കൊടുക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കളർ കൊടുക്കാൻ ഏത് തന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ സൈഡിൽ നിന്നും ഈ ബോർഡറിൻ്റെ അപ്പുറം പോകാതെ പിന്നെ ഇടയിലൊന്നും ഗ്യാപ്പില്ലാതെ ഒക്കെ ഫില്ലാക്കിയിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ സ്ക്രീനിലായതുകൊണ്ട് പിന്നെ പേപ്പറിൽ ചെയ്യുന്ന ഒരു സുഖം കിട്ടൂല. അപ്പോൾ ഇങ്ങനെ
കൈ വഴുക്കുന്നത് കൊണ്ട് അപ്പുറത്തിപ്പുറത്തൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾ പരീക്ഷ പേപ്പറിൽ കളർ കൊടുക്കുമ്പോൾ സുഖസുന്ദരമായിട്ട് നല്ല ഉഷാറായിട്ട് കളർ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ, അതേപോലെ ആൻസർ കീ, ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.